വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റിയാദിലുള്ള അൽവത്താം പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പാർക്ക് എന്ന് പറയുന്നത് കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിൻ്റെ അകത്തോട്ട് കയറാൻ പോകാൻ കേട്ടോ. അപ്പോൾ ടിക്കറ്റിന് വരുന്നത് ഒരാൾക്ക് 20 റിയാലാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ ഈ പാർക്ക് വരുന്നത് ബത്തക്കടുത്താണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പാലസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാലസിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ പാർക്കും വരുന്നത്. നമ്മളടുത്ത എൻട്രി ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു റൈഡിൽ ഫ്രീ ആയിട്ട് കയറാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ കയറാൻ നേരിച്ചിട്ട് അതിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഒരു വാട്ടർ ടവറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു 61 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇത് ഈ പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഈ വാട്ടർ ടവർ. അപ്പോൾ ഇത് പിന്നെ കോണിക്കൽ ഷേപ്പിലാണ് ഇത് പിന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്വീഡിഷ് ആർക്കിടെക്ചറായ സൺ ലിൻഡ്സ്ട്രോം ആണ് കേട്ടോ. ഈ വാട്ടർ ടവറിന് മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിന് ലിഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് മുകളിൽ ഒരു കഫറ്റേരിയ ഉണ്ട്. പിന്നെ അതിന് മുകളിലുള്ള വ്യൂസ് നല്ല മനോഹരമായ വ്യൂസ് ആയിരിക്കും. പക്ഷെ നമുക്കത് കാണാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചോ അതിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ മുകളിലോട്ടൊക്കെ കയറാൻ കഴിയുന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മളത് മിസ് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ വേറെ തന്നെ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബോട്ടിലൂടെ പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മിനിയേച്ചർ സൗദി കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സൗദിയിലെ കുറച്ച് അട്രാക്ഷൻസൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരോടായിട്ട് പറയാൻ കേട്ടോ, എൻ്റെ വീഡിയോ മുഴുവനായും കാണണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടോ. പിന്നെ ഇവിടെ കുറേയൊന്നുമില്ല, കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. ശരിക്കും ഫാമിലിയായിട്ട് വന്ന് ഫാമിലി ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളായിട്ട് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഈ അൽവത്താൻ പാർക്ക്. കുറച്ച് പിന്നെ ക്യാഷ് ചിലവാകുന്നേ ഉള്ളൂ കേട്ടോ.
പിന്നെ ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് 15 റിയാലാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതെനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അങ്ങനെ വലിയൊരു പിന്നെ ഏരിയ അല്ല അത്. പിന്നെ അതല്ല, കുട്ടികളായിട്ട് അവിടെ നിറഞ്ഞ് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും കുട്ടികൾ കളിക്കാനും നല്ലൊരു സ്പേസ് ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. കുറച്ച് നേരം രണ്ടുപേരും അവിടെ കളിച്ചു. പിന്നെ ഇതുപോലെ കുറച്ച് ജോക്കേഴ്സിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഇവിടെ ഒരു പിന്നെ ജോക്കേഴ്സിൻ്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ പിന്നെ വേഷമൊക്കെ കെട്ടിയിട്ട് അവിടെ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇത്ര മാത്രമല്ല, വേറെയും കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പിന്നെ സ്റ്റേജ് ഡാൻസ് പ്രോഗ്രാം ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെയുള്ള ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 20 അധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അറബിക് റെസ്റ്റോറൻറ്റ് ആയാലും പിന്നെ ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റ് ആയാലും. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാം കേട്ടോ. അവിടെ നമുക്ക് അറബിക് ഫുഡും പിന്നെ ഇൻ്റർനാഷണൽ ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരുവാണെങ്കിൽ അങ്ങനെയും കൊണ്ടുവന്ന് കഴിക്കുന്നവരെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ അൽമദാൻ പാർക്കിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.